ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബുക്ക് VS മൂവി റിവ്യൂ വീഡിയോ ആയിട്ടാണ്. സോ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ദ ബുക്ക് ഈസ് റൂത്തിന്റെ ലോകം. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, അമൽ നീരദിന്റെ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ അടുത്താണ് റിലീസായത്. സോ അതെന്ന് പറയുന്നത് ഈ ഒരു ബുക്കിന്റെ മൂവി അഡാപ്റ്റേഷൻ ആണ്. സോ ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടറാണ് റൂത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് കാരണം റെട്രോഗ്രേഡ് അംനീഷ്യ ഉണ്ട്. അത് കാരണം തന്നെ ഇന്ന് എന്താ സംഭവിച്ചെന്നൊന്നും ക്ലിയർ ആയിട്ട് അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ അവൾക്ക് പലതും ഓർത്തെടുക്കാൻ പറ്റും, ചില ബിറ്റ്സ് ഫ്രാഗ്മെന്റ്സ് ഓഫ് മെമ്മറീസ്. ബട്ട് ചില സമയത്ത് തീരെ ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ചോദിച്ചതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്രയും അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ആസ് എ റീഡർ നമ്മൾ ഫോളോ ചെയ്യുന്നത് റൂത്തിനെയാണ്. സോ ഒരു അൺറിലയബിൾ നെറേറ്റർ ആണ് റൂത്ത്. ഇനി റൂത്തിന്റെ ഹസ്ബൻഡാണ് ഡൊണാൾഡ്. ഭയങ്കര കെയറിങ് ആൻഡ് ലവിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ഡൊണാൾഡ് ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അവനക്ക് ഒരുപാട് സമയം റൂത്തിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു മെയ്ഡിനെ വീട്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നു, ലൈക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ അവിടെയുള്ള ഒരു പെൺകുട്ടി മിസ്സിംഗ് ആവുന്ന കേസിൽ റൂത്ത് ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ അവൾ ഒരു ദിവസം ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു കേസുമായിട്ടുള്ള റിപ്പോർട്ട് കാണുകയും അപ്പോൾ അവൾക്ക് ഇതെവിടെയോ അവളുടെ ഉള്ളിലുണ്ട്, ലൈക്ക് ഈ ഒരു കുട്ടീനെ അവൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ബട്ട് എന്താന്ന് എത്ര ഓർത്തെടുക്കാനും അവൾക്ക് പറ്റുന്നില്ല. എങ്ങനെ ആലോചിക്കുമ്പോഴും എവിടെ വെച്ചാണ് ഇവളെ കണ്ടത് എന്നുള്ളതിനൊന്നും ഒരു ക്ലാരിറ്റിയോ അവൾക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് അവളെ തിരക്കി വരുന്നതും ലൈക്ക് ഒരുപാട് എവിഡൻസ് കാണിച്ചു കൊടുക്കുന്നതും. ലൈക്ക് അവൾ ഒരുപാട് തവണ ഈ ഒരു കുട്ടീനെ കാണാൻ വേണ്ടി ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നോ അത് എന്തിനാണെന്നൊക്കെ തിരക്കിയിട്ടാണ് പോലീസ് വരുന്നത്. സോ പോലീസിന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് റൂത്ത് അവളുടേതായ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുകയാണോ, അത് ശരിക്കും അവളുടെ ഉള്ളിലുള്ള മെമ്മറി ആണോ എന്നൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവളെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദെൻ വി സീ റൂത്ത് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇൻവോൾവ് ആൻഡ് ലൈക്ക് അവള് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ്, ഈഗർ ആണ് ഇത് കണ്ടുപിടിക്കാനും ലൈക്ക് അവളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും കൊടുക്കാൻ. ബട്ട് നമ്മൾ അവളുടെ ആ ഒരു നിസ്സഹായത സൈഡും നമ്മൾ കാണുന്നുണ്ട്. ലൈക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവൾക്ക് ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ. ശരിക്കും അവൾ ഓർത്തെടുക്കുന്നത് അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. സോ അവൾക്ക് തന്നെ അവളെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ത്രൂ ഔട്ട് ഭയങ്കര അൺറിലയബിൾ ആയിട്ടുള്ള ഒരു നെറേറ്ററാണ് റൂത്ത്. ബട്ട് ആസ് എ റീഡർ റൂത്ത് ഇസ് എ ഫ്രഷ് ബ്രീത്ത് ഓഫ് എയർ. ബിക്കോസ് നമുക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനോട് ഒരു പാവം തോന്നും. ബിക്കോസ് അവളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയും ഒക്കെ കാണുമ്പോൾ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് റൂത്ത് ആസ് എ ക്യാരക്ടർ. എൻഡിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് പ്രെഡിക്റ്റബിൾ. ഒരുപാട് ത്രില്ലേഴ്സ് ഒക്കെ വായിച്ച ആൾക്കാർക്ക് മേ ബി ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് റൂത്തിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു എൻജോയ് ഇറ്റ്. ഇറ്റ്സ് വെരി റീഡബിൾ, വെരി ഈസി ലാംഗ്വേജ്. അവസാനത്തെ ആ ഒരു 100 പേജ് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അതുപോലെ ഇതിൽ കുറച്ച് ബാക്ക് സ്റ്റോറി ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഗ്രൊട്ടസ്ക് ആയിട്ടുള്ള, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ അതിലുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ആ ഒരു എലമെന്റ്. ആൻഡ് ഐ വോണ്ടഡ് മോർ ലൈക്ക് ടു നോ അബൌട്ട് ദ ബാക്ക് സ്റ്റോറി. അപ്പോൾ അതെനിക്ക് കൂടുതലായിട്ട് വേണമെന്ന് തോന്നി. ബട്ട് അതിനെപ്പറ്റി കുറച്ചേ ഉള്ളൂ. ഇനി ഞാൻ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം എങ്ങനെയുണ്ട് മൂവി എന്നുള്ളത്. സോ മൂവിയിൽ ജ്യോതിർമയാണ് റൂത്തായിട്ട് അഭിനയിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് പെർഫെക്റ്റ്. ജ്യോതിർമയെ റൂത്തായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിക്ചർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ബിക്കോസ് അവളുടെ ആ ഒരു ഡ്രീമി ലുക്ക് കാരണം റൂത്ത് എന്ന് പറഞ്ഞാൽ റൂത്തിൻ്റെതായ ഒരു ലോകത്തുള്ള ഒരു ഡ്രീമി ഗേൾ ആണ്. സോ അതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് പിക്ചർ ചെയ്യാൻ പറ്റി ജ്യോതിർമയനോട്. ബാക്കി കാസ്റ്റിനെ പറ്റി എനിക്ക് ക്ലിയർ അല്ല. എനിവേ മൂവി OTT വരുന്നത് ഐ തിങ്ക് 13th തോന്നുന്നു. സോ ഞാനത് കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഹലോ, ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ ബൊഗൈൻവില്ല കണ്ടു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഐ ആം ഗോയിങ് ടു സ്പോയിൽ ഇറ്റ്. കാരണം സ്പോയിൽ ചെയ്യാതെ കംപ്ലീറ്റ്ലി അതിൻ്റെ നല്ലൊരു എൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. സോ മൂവി കാണാത്തവർ ഇത് കണ്ടിട്ട് സ്പോയിൽ ആവണ്ട, നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. സോ ഞാനും ബുക്ക് വായിച്ച സമയത്ത് ഇറ്റ് വാസ് പ്രെഡിക്റ്റബിൾ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് റൂത്ത്. അതായിരുന്നു എൻ്റെ മെയിൻ പോയിന്റ്. ലൈക്ക് റൂത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ഈവൻ ബൊഗേമിലെ കണ്ടപ്പോഴും എനിക്ക് സെയിം ഒപ്പീനിയൻ ആണ്, ലൈക്ക് ഡിറ്റോ കോപ്പിയാണ്. ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് അവർ അത്രയും ഒരു ചേഞ്ചസും അവർ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസും അവർ മേക്ക് ചെയ്തിട്ടില്ല. ലൈക്ക് ചില നെയിംസിലുള്ള ചേഞ്ച്, അതുപോലെ 1-2 സീൻസിലുള്ള ഒരു ചെറിയ ചെറിയ ചേഞ്ച്. ആ ക്ലൈമാക്സിൽ ജ്യോതിർമയി ഒരു ഡയലോഗ് അടിച്ചിട്ട് പുറത്തു വരുന്നുണ്ടല്ലോ, അതൊന്നും ശരിക്കും ബുക്കിലില്ല. അത്ര ചേഞ്ചസേ വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡിറ്റോ കോപ്പിയാണ്, കംപ്ലീറ്റ്ലി സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി തന്നെ അവൻ ആ ഒരു സീനുണ്ട്, ലൈക്ക് അവൻ അവളെ മുഖത്ത് അടിക്കുന്ന ഒരു സീൻ. സോ ആ ഒരു സീന് നിങ്ങൾ മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബ്രൂട്ടലായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് അപ്പം തന്നെ അവൻ്റെ മേലെ വീണ് കഴിഞ്ഞു. സോ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും ഡെപ്തിലല്ലായിരുന്നു ആ അടി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരാ അടിച്ചതിന് ബുക്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ അവൻ തന്നെ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ അപ്പത്തെ ആ ഒരു ഇതിൽ ചെയ്തു പോയതാണ്, എൻ്റെ ക്ഷമ ചെയ്തു പോയതാണെന്നുള്ള പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുന്നതും ഗ്ലോറിഫൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ മൂവിയിൽ ഞാൻ ആ സീൻ കണ്ടപ്പോൾ ലൈക്ക് അത് കംപ്ലീറ്റ്ലി എനിക്ക് കുറച്ച് ബ്രൂട്ടലായിട്ട് തോന്നി. മേ ബി ഒരുപാട് ത്രില്ലേഴ്സ് കണ്ട ഒരാൾക്ക് അത് കാണുമ്പോൾ തന്നെ റെഡ് ഫ്ലാഗ് ആയിട്ട് തോന്നും. അതിന് ശേഷം പിന്നെ അവളുടെ മേലുള്ള പാടുകൾ, അപ്പോൾ അതൊക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി ഐ വാസ് ഷുവർ ലൈക്ക് ഈ ഹസ്ബൻഡാണ് ഇതിൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡാണ് എന്തെങ്കിലും റൂത്തിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 100 പേജ് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു. സോ ഐ വാസ് റീഡിങ് സോ ഫാസ്റ്റ്. ഈവൻ ദോ ഞാൻ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും ഐ ന്യൂ ഓൾ അലോങ് ലൈക്ക് ഹീ ഈസ് ദ വൺ. ഐ ഫെൽ സോ സോറി ഫോർ റൂത്ത്. ഈവൻ ബൊഗേമില് കണ്ടപ്പോഴും എനിക്ക് ആ ജ്യോതിർമയുടെ ആ ഒരു ഇത് തോന്നി. മേ ബി ഞാൻ ബുക്ക് വായിച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല. ലൈക്ക് ജ്യോതിർമയുടെ ആ ഒരു നിസ്സഹായതയോട് എനിക്ക് പാവം തോന്നിപ്പോയി. ലൈക്ക് അവളുടെ ആ ഒരു ലൈക്ക് അവള് ഭയങ്കര കഷ്ടപ്പെട്ട് അവൾ ഓരോന്ന് എഴുതി ബെഡിൻ്റെ അടിയിൽ സൂക്ഷിക്കും. ബട്ട് അത് നെക്സ്റ്റ് ഡേ അഗെയിൻ അതിലും കള്ളത്തരം ചെയ്തിട്ടാണല്ലോ അത് അവൾ വായിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും ജ്യോതിർമയനോട് ഒരു പാവം തോന്നിപ്പോയി. സോ ആ ഒരു സാധനം ഈവൻ ബുക്ക് വായിച്ചപ്പോഴും എനിക്ക് തോന്നിയിരുന്നു. റോയ്സിൻ്റെ ഒരു എസ്കേപ്പ് എന്ന് പറയുന്നത് ബോഡി ഇല്ലാത്തതാണ്. ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി. അവനത് പന്നികൾക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അവന് എന്തെന്ന് ചെയ്യുന്നതാണെങ്കിലും അവനൊരു അധികം മാസ്റ്റർ മൈൻഡ് അല്ലാത്തൊരു കില്ലറാണ് എന്നാണ് ഞാൻ ബുക്ക് വായിക്കുമ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് സാഹചര്യമായിട്ട് ആ കള്ളന്മാരെ കൊന്നതാണ്, പക്ഷെ വേറെ കൊലകളൊന്നും ചെയ്തിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, റൂത്തിനെ ഉപദ്രവിക്കുന്നതല്ലാതെ. ബട്ട് ലൈക്ക് സീരിയൽ കില്ലർ ആണ് എന്നുള്ളത് മനസ്സിലായത് ഇറ്റ് വാസ് എ ഗുഡ് ടേൺ ഓവർ. സോ അതെനിക്ക് ഇഷ്ടമായി. ഈവൻ ബുക്കിലും മൂവിയിലും അത് നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ബുക്കിൽ ഇഷ്ടമായത് അവൻ്റെ ബാക്ക് സ്റ്റോറി ആയിരുന്നു. അപ്പം അതെനിക്ക് ഞാൻ പറഞ്ഞ പോലെ അതെനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഡെപ്തിൽ വേണമെന്നുണ്ടായിരുന്നു. ലൈക്ക് അവൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ ആയത്, ഇതുപോലൊരു സീരിയൽ കില്ലർ പോലെ അവൻ എങ്ങനെയാണ് ആയത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കുറച്ചും കൂടെ ഡെപ്തിൽ വേണമായിരുന്നു തോന്നി. അതിങ്ങനെ ഒറ്റൊരു സ്പാനിലാണ്ട് കാണിച്ച പോലെ, അതും അധികം ഡെപ്ത് ഇല്ലാത്ത പോലെ തോന്നി. നേരെ മറിച്ച് ബുക്കിലാണെങ്കിൽ അത് പല പല ഇടത്തായിട്ടാണ് ആ സ്റ്റോറി പോകുന്നത്. പക്ഷേ ഐ റിയലി വോണ്ടഡ് മോർ അബൌട്ട് ദാറ്റ്. അതെന്നായിരുന്നു എനിക്ക് ബുക്ക് വായിക്കുമ്പോഴുള്ള ഫീലിങ്ങും. ബുക്ക് വായിക്കുമ്പോഴും മൂവി കാണുമ്പോഴും എനിക്ക് ഒരേ ഒപ്പീനിയൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടൊന്നും തോന്നിയില്ല മൂവി. ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ത്രില്ലറായിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് മൂവി, ലൈക്ക് നമുക്ക് ഒറ്റവട്ടം കാണാൻ പറ്റിയ, നമ്മൾ കാണുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ത്രില്ലടിപ്പിക്കുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. ബട്ട് ദെൻ ഇറ്റ് ക്യാൻ ബി എ ഫോർഗെറ്റബിൾ വൺ. അപ്പോൾ അങ്ങനത്തെ ഒരു ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് വാസ് എ 3.5 സ്റ്റാർ റീഡ് ഫോർ മീ. ആൻഡ് മൂവി ഓൾസോ ഓൾമോസ്റ്റ് സെയിം ആവറേജ് കൈൻഡ് ഓഫ് ഫീലാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ. എല്ലാവരും നന്നായി അഭിനയിച്ചു തോന്നുന്നു. ഇറ്റ് വാസ് റിയലി ആക്ഷൻ പാക്ക്. ഓക്കെ, എഡിറ്റിംഗ് മീ പിച്ചിങ് ഇൻ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു പോയിന്റ് പറയാൻ മറന്നുപോയത്, വിച്ച് ഇസ് അവരുടെ ആ ഒരു കുട്ടികളില്ല എന്നുള്ള ആ ഒരു സീൻ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബുക്കിൽ തന്നെ പാർട്ട് 1 കഴിയുമ്പോഴാണ് അത് ഹിറ്റാവുന്നത്. അത് നല്ലൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. സോ അത് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാനത് വിട്ടുപോയതാണ് വീഡിയോ ചെയ്യുമ്പോൾ പറയാൻ.
അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഫീഡ്ബാക്കിൽ അറിയിക്കുക. ഓൾസോ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഒപ്പീനിയനുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് യോജിക്കാൻ പറ്റിയത് എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇഫ് യു ലവ് മൈ കോണ്ടന്റ് പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.